അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ ഈ സമാഗമം കേവലം വാക്കുകൾ കോർത്തിണക്കിയ ഒരു പ്രഭാഷണമല്ല, മറിച്ച് കാലാതീതമായ മൗനത്തിൻ്റെ ഭാഷയിൽ നമ്മുടെ ആത്മാവിനോട് തന്നെ നടത്തുന്ന അതിരുകളില്ലാത്ത ഒരു സ്വകാര്യ സംഭാഷണമാണ്. ചില സത്യങ്ങളുണ്ട്, അവ കാതുകൾ കൊണ്ട് കേൾക്കേണ്ടവയല്ല, മറിച്ച് ഹൃദയത്തിൻ്റെ അറകൾ കൊണ്ട് അനുഭവിക്കേണ്ടവയാണ്. ഒരു മുളന്തണ്ട് അതിൻ്റെ കാട്ടിൽ നിന്ന് വേർപെട്ടപ്പോൾ പാടിയ വിരഹഗാനം പോലെ നമ്മുടെ ഉള്ളിലും ഒരു വിങ്ങലുണ്ട്. തൻ്റെ ഉറവിടമായ ആ ദിവ്യപ്രകാശത്തിലേക്ക് മടങ്ങിപ്പോകാൻ വെമ്പുന്ന ആത്മാവിൻ്റെ വിങ്ങൽ. ഭൗതികമായ ഈ ലോകത്തിൻ്റെ കോലാഹലങ്ങൾക്കിടയിൽ നാം മറന്നുപോയ നമ്മുടെ യഥാർത്ഥ അസ്തിത്വത്തെ തിരഞ്ഞുള്ള ഒരു യാത്രയാണിത്. കണ്ണുകളടച്ച് ഹൃദയം തുറന്ന് നമുക്കിന്ന് ആ നിശബ്ദതയിലേക്ക് ഇറങ്ങിച്ചെല്ലാം. അവിടെയാണ് നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും അലയുന്ന മനസ്സിനുള്ള ശാന്തിയും അല്ലാഹു കാത്തുവച്ചിരിക്കുന്നത്. വരൂ, നമ്മുടെ ഉള്ളിലെ ആ നിഗൂഢമായ വെളിച്ചത്തെ, നമ്മുടെ ആത്മാവിനെ തിരഞ്ഞുള്ള ഈ പുണ്യയാത്രയിലേക്ക് നമുക്ക് ഒരുമിച്ച് ചുവടുവെക്കാം. മനുഷ്യരാശിയുടെ ചിന്താസാഗരത്തിൽ കാലം ജനിച്ച അന്നു മുതൽക്കേ ഒരു മന്ത്രം പോലെ, ഒരു വിങ്ങൽ പോലെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എന്താണ് ഈ ആത്മാവ്? നമ്മുടെ ഈ ഭൗതിക ശരീരത്തിനുള്ളിൽ കോശങ്ങൾക്കും രക്തധമനികൾക്കുമപ്പുറം എവിടെയാണ് ഈ അദൃശ്യമായ ദിവ്യപ്രകാശം ഒളിഞ്ഞിരിക്കുന്നത്? ഒരു മെഴുകുതിരിനാളം കാറ്റിൽ അണയുന്നതുപോലെ അത്യന്തം നിഗൂഢമായ ആ നിമിഷത്തിൽ ആത്മാവ് ഈ ശരീരം വിട്ടുപിരിയുമ്പോൾ ആകാശത്തോളം സ്വപ്നങ്ങളുണ്ടായിരുന്ന, പർവ്വതം പോലെ തലയുയർത്തി നിന്നിരുന്ന മനുഷ്യൻ വെറും നിമിഷങ്ങൾക്കുള്ളിൽ ചലനമറ്റ ഒരു മൺകൂനയായി മാറുന്നത് എന്തുകൊണ്ടാണ്? ഏതു ഗർജിക്കുന്ന ശബ്ദത്തെയാണോ ലോകം ഭയപ്പെട്ടിരുന്നത്, ആ ശബ്ദം പെട്ടെന്ന് നിശബ്ദമാകുന്നു. ഏതു കണ്ണുകളിലാണോ പ്രപഞ്ചം പ്രതിഫലിച്ചിരുന്നത്, ആ കണ്ണുകൾ പ്രകാശരഹിതമാകുന്നു. ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. ഈ ശരീരമല്ല യഥാർത്ഥ നമ്മൾ, മറിച്ച് ഇതിനുള്ളിൽ വസിക്കുന്ന മരണമില്ലാത്ത അല്ലാഹുവിൻ്റെ കൽപ്പനയായ ആ രഹസ്യമാണ് നാം. ഈ വീഡിയോയിലൂടെ നമ്മുടെ അസ്തിത്വത്തിൻ്റെ ആ മഹാസത്യത്തെ, ആത്മാവിനെ നമുക്ക് ആഴത്തിൽ തിരയാം. പ്രിയപ്പെട്ടവരെ, ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർ തങ്ങളുടെ അത്യാധുനിക ലാബുകളിൽ ഇന്നും തിരയുന്നത് ഈ ജീവൻ എന്ന മഹാരഹസ്യത്തെയാണ്. ശാസ്ത്രത്തിന് നമ്മുടെ ഹൃദയമിടിപ്പുകൾ കൃത്യമായി അളക്കാം, തലച്ചോറിലെ വിദ്യുത് തരംഗങ്ങളെ സ്ക്രീനിൽ തെളിയിക്കാം. പക്ഷേ ആ തരംഗങ്ങളെ നയിക്കുന്ന, ആ ഹൃദയമിടിപ്പിന് പ്രണയത്തിൻ്റെ താളമേകുന്ന ആ നിഗൂഢ സത്തയെ തൊടാൻ അവർക്കിന്നും കഴിഞ്ഞിട്ടില്ല. മഹാനായ മൗലാന റൂമി ഇതിനെ സ്വർഗീയമായ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. ഒരു വയലിൻ സങ്കൽപ്പിക്കുക. അതിൻ്റെ തന്ത്രികളും മരവും നിർമ്മാണ രീതിയും നമുക്ക് കാണാം, സ്പർശിക്കാം. എന്നാൽ ആ വയലിനിൽ നിന്നൊഴുകുവരുന്ന ആത്മാവിനെ തൊട്ടുണർത്തുന്ന സംഗീതം എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത്? ആ തന്ത്രികൾക്കിടയിലാണോ, അതോ ആ മരത്തിനുള്ളിലാണോ? ഒരിക്കലുമല്ല. ആ വയലിൻ വെറുമൊരു മരക്കഷ്ണം മാത്രമാണ്. അതിൽ നിന്ന് പ്രപഞ്ചത്തിൻ്റെ നാദം പുറപ്പെടണമെങ്കിൽ അത് മീട്ടുന്ന ഒരു സംഗീതജ്ഞൻ വേണം. ആ മാന്ത്രികൻ്റെ വിരലുകൾ ചലിക്കുമ്പോൾ മാത്രമാണ് നിശ്ചലമായ ആ മരത്തിൽ നിന്ന് സ്വർഗീയമായ രാഗങ്ങൾ ഉതിരുന്നത്. അതുപോലെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ ശരീരവും ആത്മാവും. ഈ ശരീരം മനോഹരമായ ഒരു വയലിനാണെങ്കിൽ അതിനെ മീട്ടുന്ന ദിവ്യനായ സംഗീതജ്ഞനാണ് നമ്മുടെ ആത്മാവ്. വയലിൻ ഉടഞ്ഞുപോയാലും ആ സംഗീതം ആ സംഗീതജ്ഞൻ്റെ ഹൃദയത്തിൽ എന്നും അവശേഷിക്കുന്നു. എന്നാൽ ആ വിരലുകൾ പിൻവാങ്ങുന്ന നിമിഷം നമ്മുടെ ഈ ശരീരം വെറും നിശ്ചലമായ, നിശബ്ദമായ ഒരു ഉപകരണം മാത്രമായി മാറുന്നു. ആധുനിക ശാസ്ത്രത്തിന് ഉപകരണത്തെ കീറിമുറിച്ചു പഠിക്കാം, പക്ഷേ ആ സംഗീതത്തെയും അത് മീട്ടുന്ന അദൃശ്യമായ വിരലുകളെയും കണ്ടെത്താൻ ഭൗതികമായ മൈക്രോസ്കോപ്പുകൾക്ക് കഴിയില്ല. ആ സംഗീതം കേൾക്കണമെങ്കിൽ നാം നമ്മുടെ പുറം കണ്ണുകൾ അടച്ച് ഹൃദയത്തിൻ്റെ കാതുകൾ തുറന്ന് ഉള്ളിലേക്ക് തന്നെ നോക്കേണ്ടതുണ്ട്. പ്രപഞ്ചനാഥന്റെ വിശുദ്ധ ഗ്രന്ഥമായ ഖുർആൻ ആത്മാവിൻ്റെ ഈ നിഗൂഢതയെ പവിത്രമായ വാക്കുകളാൽ പലയിടങ്ങളിലും സ്പർശിക്കുന്നുണ്ട്. സൂറത്തുൽ ഇസ്രായിലൂടെ അല്ലാഹു തൻ്റെ പ്രവാചകനോട് കൽപ്പിക്കുന്നത് നോക്കൂ: അവർ നിന്നോട് ആത്മാവിനെക്കുറിച്ച് ചോദിക്കുന്നു, പറയുക, ആത്മാവ് എൻ്റെ രക്ഷിതാവിൻ്റെ സവിശേഷമായ കൽപ്പനയാകുന്നു. അതിൻ്റെ ജ്ഞാനത്തിൽ നിന്ന് വളരെ പരിമിതമായ അറിവ് മാത്രമേ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ. പ്രിയപ്പെട്ടവരെ,
ആത്മാവിനെക്കുറിച്ച് അല്ലാഹു നമുക്ക് നൽകിയ അറിവ് ഒരു സമുദ്രത്തിലെ ചെറിയൊരു തുള്ളി മാത്രമായിരിക്കാം. എന്നാൽ ആ തുള്ളിയിൽ പോലും ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ രഹസ്യങ്ങളും അവൻ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. ജീവിതത്തിൻ്റെ ഈ മഹാരഹസ്യം പൂർണ്ണമായി ഗ്രഹിക്കാൻ മനുഷ്യബുദ്ധിക്ക് കഴിയില്ലെങ്കിലും നമ്മുടെ ആത്മീയ യാത്രയുടെ ദിശ അറിയാൻ ആ ദിവ്യമായ അറിവ് മാത്രം മതിയാകും. ലളിതമായി പറഞ്ഞാൽ വെറും മാംസവും എല്ലും മാത്രമായ ഈ ഭൗതിക ശരീരത്തെ ഒരു ജൈവ പ്രതിഭാസമാക്കി മാറ്റുന്ന ആ ദിവ്യമായ സ്ഫുരണമാണ് ആത്മാവ്. തൻ്റെ അപാരമായ ജ്ഞാനസമുദ്രത്തിൽ നിന്ന് ആത്മാവിനെക്കുറിച്ചുള്ള ഒരു ചെറിയ തുള്ളി അറിവ് മാത്രമേ അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ളൂ. പ്രിയപ്പെട്ടവരെ, ആ ജ്ഞാനം അവൻ മറച്ചുവെച്ചത് മനുഷ്യരാശിയോട് കാണിച്ച ഏറ്റവും വലിയ കാരുണ്യമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. മനുഷ്യൻ ആത്മാവിൻ്റെ രഹസ്യം കണ്ടെത്തുകയോ അതിനെ അളക്കാനോ വേർതിരിക്കാനോ പഠിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഈ ലോകം എത്ര ഭീകരമായേനെ. ഇന്ന് വിപണിയിൽ വൃക്കകളും ഹൃദയവും കരളുമൊക്കെ ചരക്കുകളെപ്പോലെ ലേലം വിളിക്കപ്പെടുന്നതുപോലെ ആത്മാവ് എന്ന ദിവ്യ ചൈതന്യവും ചന്തകളിലെ കച്ചവട വസ്തുവായി മാറുമായിരുന്നു. തങ്ങളുടെ ആത്മാവിന് പോറലേൽക്കുമ്പോഴോ മരണം പടിവാതിൽക്കൽ എത്തുമ്പോഴോ പണക്കാർ പാവപ്പെട്ടവൻ്റെ ആത്മാവിനെ വിലയ്ക്കു വാങ്ങുന്ന അങ്ങേയറ്റം ദാരുണമായ ഒരവസ്ഥ ഉണ്ടായേനെ. എന്നാൽ ആത്മാവിൻ്റെ താക്കോൽ അല്ലാഹു തൻ്റെ പവിത്രമായ കൈകളിൽ മാത്രം സൂക്ഷിച്ചു. അത് വിൽക്കാനോ വാങ്ങാനോ കഴിയാത്ത വിധം അവനതിനെ പരിശുദ്ധമാക്കി വെച്ചു. സൂഫി ജ്ഞാനികൾ പറയുന്നതുപോലെ ആത്മാവ് അമ്ര ഇ റബ്ബിയാണ്, അതായത് സാക്ഷാൽ പ്രപഞ്ചനാഥൻ്റെ രാജകീയമായ കൽപ്പന. അല്ലാഹു ആദം നബിയെ കളിമണ്ണിൽ നിന്ന് രൂപപ്പെടുത്തിയപ്പോൾ മലക്കുകളോട് നൽകിയ ആ പവിത്രമായ കൽപ്പന എത്ര ഗംഭീരമുള്ളതാണ്. ഞാൻ അദ്ദേഹത്തെ രൂപപ്പെടുത്തുകയും എൻ്റെ റൂഹിൽ നിന്ന് അതിൽ ഊതുകയും ചെയ്താൽ നിങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ പ്രണാമമർപ്പിക്കുക. നോക്കൂ, കോടിക്കണക്കിന് വർഷം അല്ലാഹുവിനെ വണങ്ങിയ മലക്കുകൾ മനുഷ്യന് മുന്നിൽ ശിരസ്സു നമിച്ചത് ആ മണ്ണിൻ്റെ രൂപം കണ്ടിട്ടല്ല, മറിച്ച് ആ മണ്ണിനുള്ളിൽ അല്ലാഹു തൻ്റെ ശ്വാസത്തിൽ നിന്ന് നിക്ഷേപിച്ച ആ ദിവ്യപ്രകാശത്തെ കണ്ടിട്ടാണ്. ആ ആത്മാവാണ് മനുഷ്യന് ആദരവ് നൽകിയത്. ആ ആത്മാവാണ് അവന് സവിശേഷത നൽകിയത്. പ്രപഞ്ചത്തിലെ മറ്റെല്ലാ സൃഷ്ടികൾക്കും മുകളിൽ മനുഷ്യന് ഔന്നത്യം നൽകിയ ആ മഹാരഹസ്യമാണ് നമ്മുടെ ഉള്ളിലെ ഈ ആത്മാവ്. ആത്മീയതയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ആത്മാവ് എന്നത് ഒരൊറ്റ വികാരമല്ലെന്നും അതിന് പ്രപഞ്ചത്തോളം തന്നെ വൈവിധ്യമുണ്ടെന്നും നാം തിരിച്ചറിയും. സൂഫി ദർശനങ്ങളുടെ ജാലകത്തിലൂടെ നോക്കിയാൽ ആത്മാവിൻ്റെ വ്യത്യസ്തമായ തലങ്ങൾ കണ്ട് നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം. ഈ പ്രപഞ്ചത്തിലെ ഓരോ അണുവും ഓരോ സ്പന്ദനവും ആ ദിവ്യമായ പ്രകാശത്തിൻ്റെ അംശം പേറുന്നവയാണ്. റൂഹുൽ ജമാദി, മിനറൽ സോൾ, ജീവനില്ലെന്ന് നാം കരുതുന്ന കല്ലുകളിലും മണ്ണിലും പോലും ഒളിച്ചിരിക്കുന്ന ഒരാത്മാവുണ്ട്. അതുകൊണ്ടാണ് മക്കയിലെ കല്ലുകൾ പ്രവാചക തിരുമേനിയെ കണ്ടപ്പോൾ സലാം ചൊല്ലിയത്. അതുകൊണ്ടാണ് ഉഹുദ് പർവ്വതത്തെ നോക്കി പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞത്: ഉഹുദ് എന്നെ സ്നേഹിക്കുന്നു, ഞാൻ ഉഹുദിനെയും സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സ്നേഹമെന്നത് ആത്മാവില്ലാത്ത വസ്തുക്കൾക്ക് വഴങ്ങുന്ന ഒന്നല്ല. ഉഹുദ് പർവ്വതം സ്നേഹിച്ചുവെങ്കിൽ ആ കരിങ്കല്ലിനുള്ളിലും അല്ലാഹുവിൻ്റെ പ്രകാശത്തിൻ്റെ ഒരു തരി അവശേഷിക്കുന്നുണ്ടെന്ന് നാം മനസ്സിലാക്കണം. റൂഹുൽ നബാത്തി, വെജിറ്റേറ്റീവ് സോൾ, സസ്യങ്ങളിലും മരങ്ങളിലും കുടികൊള്ളുന്ന ആത്മാവാണിത്. അവ വളരുന്നു, ശ്വസിക്കുന്നു. പ്രവാചകന്റെ കൽപ്പന കേട്ട് വേരുകൾ പറിച്ച് മരങ്ങൾ നടന്നുവന്ന ചരിത്രം നമുക്കറിയാം. അവ അവിടത്തെ വിരഹത്തിൽ തേങ്ങിക്കരഞ്ഞതും ഹനീൻ അൽ ജിസ്ല് ഈ ആത്മീയ ബന്ധം കൊണ്ടാണ്. റൂഹുൽ ഹൈവാനി, അനിമൽ സോൾ, മൃഗങ്ങളിൽ കാണപ്പെടുന്ന ആത്മാവാണിത്. അവയ്ക്ക് വികാരങ്ങളുണ്ട്, വേദനയുണ്ട്, സംസാരമുണ്ട്. ഒറ്റ നോട്ടം കൊണ്ട് മൂകജീവികളുടെ സങ്കടങ്ങൾ പ്രവാചകൻ തിരിച്ചറിഞ്ഞത് അവയ്ക്കുള്ളിലെ ഈ ആത്മീയ സ്പന്ദനത്തെ തൊട്ടറിഞ്ഞതുകൊണ്ടാണ്. സൂഫി ജ്ഞാനികൾ പറയുന്നതുപോലെ പ്രപഞ്ചം മുഴുവൻ ആ ചൈതന്യത്താൽ നിറഞ്ഞിരിക്കുകയാണ്. കല്ലിലും മരത്തിലും മൃഗത്തിലുമുള്ളത് ആ പ്രകാശത്തിൻ്റെ വ്യത്യസ്ത പ്രകടനങ്ങൾ മാത്രമാണ്. എന്നാൽ ഇവയ്ക്കെല്ലാം മുകളിൽ അല്ലാഹു മനുഷ്യന് നൽകിയ ആ സവിശേഷമായ ആത്മാവ്, അതാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. മണ്ണും വിണ്ണും തമ്മിലുള്ള ആത്മീയ ബന്ധം അവിടെയാണ് ആരംഭിക്കുന്നത്. മനുഷ്യരെന്ന മഹാത്ഭുതത്തിൻ്റെ പൊരുൾ തേടി നാം യാത്ര ചെയ്യുമ്പോൾ മാതാവിൻ്റെ ഗർഭപാത്രമെന്ന ആ ഇരുളടഞ്ഞ രഹസ്യ അറിയിലേക്കാണ് നമ്മുടെ ശ്രദ്ധ തിരിയേണ്ടത്. അവിടെ കേവലം ഭൗതികമായ കോശവളർച്ചയല്ല നടക്കുന്നത്, മറിച്ച് ആത്മാവിൻ്റെ ആഴമേറിയ പരിണാമമാണ് സംഭവിക്കുന്നത്. നിശ്ചലതയുടെ ഘട്ടം, റൂഹി ജമാദി. ഒരു കുട്ടി ഗർഭപാത്രത്തിൽ നുത്ഫ അഥവാ ഒരു തുള്ളി ദ്രാവകമായി രൂപം കൊള്ളുമ്പോൾ അത് ആത്മീയതയുടെ ആദ്യ പടവിലാണ്. മണ്ണും കല്ലും പോലെ നിശ്ചലമായ ബാഹ്യമായ ചലനങ്ങളില്ലാത്ത ആ അവസ്ഥയെ
സൂഫികൾ റൂഹി ജമാദി എന്ന് വിളിക്കുന്നു. ചൈതന്യം അതിലുണ്ട്, പക്ഷേ അത് ഉറങ്ങിക്കിടക്കുന്ന ഒരു പ്രപഞ്ചം പോലെ നിശബ്ദമാണ്. വളർച്ചയുടെ ഘട്ടം റൂഹി നബാത്തി. പിന്നീട് ആ ബിന്ദു വികാസം പ്രാപിക്കുന്നു. സസ്യങ്ങൾ മണ്ണിൽ വേരൂന്നി നിൽക്കുന്നതുപോലെ ഒരിടത്ത് തന്നെ ഉറച്ചുനിന്ന് അത് വളരുന്നു. അപ്പോൾ ആ കുഞ്ഞിൽ റൂഹി നബാത്തി അഥവാ സസ്യങ്ങളിൽ കാണപ്പെടുന്ന ആത്മാവിൻ്റെ ഗുണങ്ങൾ പ്രകടമാകുന്നു. അത് ആഹാരം വലിച്ചെടുക്കുന്നു, വലുതാകുന്നു. എന്നാൽ സ്വന്തമായി ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് നീങ്ങാൻ അതിനപ്പോഴും കഴിയില്ല. ചലനത്തിൻ്റെ ഘട്ടം റൂഹി ഹയവാനി. കാലങ്ങൾ കടന്നുപോകുമ്പോൾ ആ നിഗൂഢമായ ഇരുട്ടറയിൽ നിന്ന് ആ കുട്ടി ചലിക്കാൻ തുടങ്ങുന്നു. തട്ടുകയും നീട്ടുകയും തിരിയുകയും ചെയ്യുന്ന ആ അത്ഭുത നിമിഷത്തിൽ അതിലേക്ക് റൂഹി ഹയവാനി പ്രവേശിക്കുകയായി. വികാരങ്ങളുടെയും ചലനങ്ങളുടെയും ആ പഴയ തലം അവിടെ പൂർത്തിയാകുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ അത്ഭുതം സംഭവിക്കുന്നത് ഭൂമിയിലേക്കുള്ള ആ കുട്ടിയുടെ വരവോടെയാണ്. ഗർഭപാത്രത്തിലെ ആ ചെറിയ ലോകം വിട്ട് ഈ വിശാലമായ പ്രപഞ്ചത്തിലേക്ക് ആ കുഞ്ഞു കടന്നുവരുന്നു. ജനിച്ചു വീണ ആ നിമിഷം ആ പിഞ്ചു ശരീരം വായുവിനെ ആർത്തിയോടെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുമ്പോൾ ആ ആദ്യത്തെ ശ്വാസത്തിലൂടെ അല്ലാഹു തൻ്റെ സവിശേഷമായ കൽപ്പന റൂഹി ഇൻസാനി അതിലേക്ക് നിക്ഷേപിക്കുന്നു. അതൊരു വെറും ശ്വാസമല്ല, അത് സാക്ഷാൽ അല്ലാഹു നേരിട്ടയച്ച പവിത്രമായ ചൈതന്യമാണ്. ആകാശം പോലും പേറാൻ ഭയപ്പെട്ട ആ വലിയ ഉത്തരവാദിത്തം മനുഷ്യൻ ഏറ്റെടുക്കുന്നത് ആ നിമിഷത്തിലാണ്. ആത്മാവ് കുടികൊള്ളുമ്പോഴാണ് മനുഷ്യൻ ആദരണീയനാകുന്നത്. ആ ആത്മാവ് ശരീരത്തെ മീട്ടുമ്പോഴാണ് ജീവിതമെന്ന സംഗീതം ലോകത്ത് മുഴങ്ങുന്നത്. ഭൗതികതയുടെ കൊട്ടാരങ്ങൾ പടുത്തുയർത്തിയിട്ടും മനുഷ്യഹൃദയം ഇന്നും അശാന്തമാണ്. അതുകൊണ്ടാണ് ഇന്ന് ആധുനിക ലോകം ആത്മീയതയുടെ വേരുകൾ തേടി അലയുന്നത്. വമ്പൻ സർവകലാശാലകളിലെ വലിയ ക്ലാസ് മുറികളിൽ ഇന്ന് സൂഫിസവും ആത്മീയ ശാസ്ത്രങ്ങളും ഗൗരവത്തോടെ ചർച്ച ചെയ്യപ്പെടുന്നു. ഈ ആധുനിക മനുഷ്യൻ ആത്മീയതയുടെ തീരങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു നടക്കുന്നതിന് പിന്നിൽ ഒരേ ഒരു കാരണമേ ഉള്ളൂ. തൻ്റെ ഉള്ളിലെ ആ പവിത്രമായ ആത്മാവിനെ അറിയുന്നവൻ മാത്രമേ തൻ്റെ നാഥനെ തിരിച്ചറിയുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ തിരിച്ചറിയുക എന്നതാണ് നാം ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടതിൻ്റെ പരമമായ ലക്ഷ്യം. ഇതിനെക്കുറിച്ച് അല്ലാഹു നൽകുന്ന ഒരു രഹസ്യ സന്ദേശമുണ്ട്. ഞാൻ ഒളിഞ്ഞിരിക്കുന്ന ഒരു നിധിയായിരുന്നു, അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് എന്നെ തിരിച്ചറിയാൻ വേണ്ടി ഞാൻ ഈ പ്രപഞ്ചത്തെയും സൃഷ്ടികളെയും പടച്ചു. ചിന്തിച്ചു നോക്കൂ, നാം ഓരോരുത്തരും ആ ദിവ്യനിധിയിലേക്കുള്ള വഴികാട്ടികളാണ്. ഒരു കസ്തൂരി മൃഗം തൻ്റെ ഉള്ളിലെ സുഗന്ധത്തിൻ്റെ ഉറവിടം തേടി കാട് മുഴുവൻ അലയുന്നതുപോലെയാണ് മനുഷ്യൻ. സുഗന്ധം അവനുള്ളിൽ തന്നെയുണ്ട്, പക്ഷെ അവൻ അതറിയില്ല. അതുപോലെ നാം പ്രപഞ്ചം മുഴുവൻ ദൈവത്തെ തിരയുന്നു. എന്നാൽ അവൻ നമ്മുടെ കണ്ഠനാടിയേക്കാൾ അടുത്തായി നമ്മുടെ ആത്മാവിൽ വസിക്കുന്നു. ഈ ആത്മീയ ബോധം ഉണരുമ്പോൾ മാത്രമാണ് ജീവിതം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത്. നാം തിരയുന്ന ആ നിധി നമ്മുടെ ഉള്ളിലെ ആത്മാവാകുന്ന ഗുഹയിലാണ് ഒളിച്ചിരിക്കുന്നത്. ആ ഗുഹയുടെ വാതിൽ തുറക്കുകയെന്നതാണ് നമ്മുടെ ഈ ലോകത്തെ യഥാർത്ഥ നിയോഗം. മൗലാന റൂമി ആത്മീയമായ ഈ അനുരാഗത്തെ എത്ര സുന്ദരമായാണ് ആവിഷ്കരിക്കുന്നത്. ഒരിക്കൽ അദ്ദേഹം തൻ്റെ നാഥനോട് ഹൃദയം നീറി യാചിച്ചു, എൻ്റെ ഉടയോനെ, നിന്റെ പ്രകാശത്തെ തിരിച്ചറിയാതെ, നിന്നെ സത്യമായി അറിയാതെ എന്നെ നീ ഈ മണ്ണിലേക്ക് മടക്കി വിളിക്കരുതേ. അപ്പോൾ പ്രണയത്തിൻ്റെ ആ അദൃശ്യ ലോകത്തുനിന്ന് ഒരു മറുപടി വന്നു. പ്രിയപ്പെട്ടവനെ, ആരെങ്കിലും എന്നെ സത്യമായി അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അവനു മരണമില്ല, അവൻ എന്നിലായി ജീവിക്കുന്നു. സൂഫി വര്യന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അല്ലാഹുവിനും മനുഷ്യനുമിടയിൽ പർവ്വതം പോലെ ഉയർന്നു നിൽക്കുന്ന ഒരേ ഒരു മറ, അത് നമ്മുടെ നഫ്സ് അഥവാ അഹം ആണെന്നാണ്. ഈ ഞാൻ എന്ന ഭാവം എപ്പോൾ ഇല്ലാതാകുന്നുവോ അപ്പോൾ മാത്രമാണ് പ്രിയതമനായ നാഥനിലേക്ക് ഒരാൾക്ക് എത്തിച്ചേരാൻ കഴിയുന്നത്. ഒരാൾക്ക് തൻ്റെ നാഥൻ്റെ സൗന്ദര്യം ദർശിക്കണമെങ്കിൽ ആദ്യം ഈ നഫ്സിനെ സ്നേഹം കൊണ്ടും അച്ചടക്കം കൊണ്ടും മെരുക്കിയെടുക്കണം. നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ദിവ്യമായ ആ ആത്മീയ കവാടങ്ങൾ ഓരോന്നായി തുറക്കണം. ഒരു പുഴ കടലിലേക്ക് ചേരുമ്പോൾ അത് പുഴയല്ലാതായി മാറി കടലായി മാറുന്നത് പോലെ നഫ്സിനെ കീഴ്പ്പെടുത്തുന്നവൻ തൻ്റെ സ്രഷ്ടാവിലേക്ക് അലിഞ്ഞു ചേരുന്നു. മനുഷ്യൻ്റെ നെഞ്ചിൽ ഒഴിഞ്ഞിരിക്കുന്നത് വെറുമൊരു മാംസപിണ്ഡമല്ല, മറിച്ച് പ്രപഞ്ചത്തിലെ സർവ്വരഹസ്യങ്ങളും കാത്തുവച്ചിട്ടുള്ള ഒരു ദിവ്യ പേടകമാണത്. ആ ആത്മീയ ശക്തികളെ ഉണർത്തുമ്പോൾ മാത്രമാണ് നാം ആരാണെന്നും നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പ്രകാശം എന്താണെന്നും നാം തിരിച്ചറിയുന്നത്. സൂഫികൾ എത്ര മനോഹരമായാണ് ഈ സത്യത്തെ പ്രണയത്തിൻ്റെ മഷിമുക്കി എഴുതിവെച്ചത്. മനുഷ്യ, നിന്റെ രോഗം നിനക്കുള്ളിൽ തന്നെയാണ്, എന്നാൽ അത് നീ അറിയുന്നില്ല.
നിന്റെ മരുന്നും നിനക്കുള്ളിൽ തന്നെയാണ്, എന്നാൽ അത് നീ കാണുന്നില്ല. നീ നിന്നെ വെറുമൊരു ചെറിയ ശരീരമായി മണ്ണിൽ തീർത്ത ഒരു ശില്പമായി മാത്രം കാണുന്നു. എന്നാൽ പ്രിയപ്പെട്ടവനെ, നിന്റെ ഈ ചെറിയ രൂപത്തിനുള്ളിൽ 18,000 ലോകങ്ങളെ ഉൾക്കൊള്ളുന്ന വിസ്തൃതമായൊരു മഹാപ്രപഞ്ചത്തെയാണ് അള്ളാഹു ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. ആകാശങ്ങൾക്കും ഭൂമിക്കും പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ആ പ്രപഞ്ചനാഥൻ ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ വസിക്കുന്നുവെങ്കിൽ ചിന്തിച്ചു നോക്കൂ, ആ ഹൃദയത്തിൻ്റെ ആഴവും പരപ്പും എത്രയായിരിക്കും. ഒരു കടൽ ചിപ്പിക്കുള്ളിൽ മുത്തു ഒഴിഞ്ഞിരിക്കുന്നതുപോലെ നിന്റെ ഈ ഭൗതിക ഉടലിനുള്ളിൽ ആ ദിവ്യപ്രകാശം തുടിക്കുന്നുണ്ട്. ആ വലിയ പ്രപഞ്ചത്തെ ദർശിക്കണമെങ്കിൽ നാം ഈ ലോകത്തിൻ്റെ കോലാഹലങ്ങളിൽ നിന്ന് പിൻവാങ്ങണം. ബാഹ്യമായ ചലനങ്ങളെ നിശബ്ദമാക്കി ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് ഒരു മുങ്ങാങ്കുഴിയിടണം. പുറത്തെ വെളിച്ചം നിന്റെ കണ്ണുകളെ അഞ്ചിപ്പിക്കുമ്പോൾ അകത്തെ വെളിച്ചം നിനക്ക് സത്യം കാട്ടിത്തരുന്നു. അവിടെ ആ ആത്മീയ നിശബ്ദതയിലാണ് നിനക്കായി കരുതിവെച്ച ദിവ്യമായ ഔഷധവും നിന്റെ അസ്തിത്വത്തിൻ്റെ യഥാർത്ഥ പൊരുളും ഒളിഞ്ഞിരിക്കുന്നത്. നിന്നെ നീ അറിയുമ്പോൾ നീ നിന്റെ നാഥനെ അറിയുന്നു. ആത്മീയതയുടെ ആഴക്കടലുകളിൽ മുങ്ങാങ്കുഴിയിടുന്ന ഏതൊരാളും അത്ഭുതത്തോടെ കേട്ടുനിൽക്കുന്ന ഒരു സത്യമുണ്ട്. അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ 18,000 ലോകങ്ങളെ പടച്ചുവെന്ന് ജ്ഞാനികൾ പറയുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആത്മാവ് അതിൻ്റെ ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ മാത്രമാണ് ഈ ലോകങ്ങളിലേക്കുള്ള വാതിലുകൾ നമുക്ക് മുന്നിൽ തുറക്കപ്പെടുന്നത്. ഭൗതികമായ ഈ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത, ബുദ്ധി കൊണ്ട് അളക്കാൻ കഴിയാത്ത നിഗൂഢമായ യാഥാർത്ഥ്യങ്ങളിലേക്കും ദിവ്യ അടയാളങ്ങളിലേക്കും അന്ന് ആത്മാവ് ചിറകു വിരിച്ചു പറക്കാൻ തുടങ്ങുന്നു. വിശുദ്ധ ഖുർആൻ എത്ര ഗാംഭീര്യത്തോടെയാണ് ചോദിക്കുന്നത്, നമുക്ക് നിന്റെ നെഞ്ച് വിശാലമാക്കി തന്നില്ലേ? ഇതൊരു ഭൗതികമായ വികാസമല്ല, മറിച്ച് നിന്റെ ഉള്ളിലെ ആത്മീയ ശക്തികളെ ഉണർത്തിക്കൊണ്ട് നിന്റെ ഉൾത്തടത്തെ ദിവ്യപ്രകാശത്താൽ അള്ളാഹു പ്രകാശിപ്പിച്ചു എന്നാണിതിൻ്റെ പൊരുൾ. മനുഷ്യൻ്റെ നെഞ്ചിനുള്ളിൽ അള്ളാഹു ഒരു മഹാസാമ്രാജ്യം തന്നെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. സൂഫികൾ ഇതിനെ ലത്തീഫുകൾ എന്ന് വിളിക്കുന്നു. അതായത് നിന്റെ ഉള്ളിലെ ആത്മീയ പവർ ഹൗസുകൾ. കൽബ്, റൂഹ്, സിറ്, ഖഫി, അഖ്ഫ എന്നിങ്ങനെ 5 കേന്ദ്രങ്ങൾ. ഇവ നിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന നക്ഷത്രങ്ങളെ പോലെയാണ്. അവ പ്രകാശിച്ചാൽ നിന്റെ ലോകം മാറും. എന്നാൽ ഈ കേന്ദ്രങ്ങളെ തൊട്ടുണർത്താൻ ഇരുണ്ട പാതയിൽ നിന്റെ കൈപിടിക്കാൻ ഒരു വഴികാട്ടി, ഒരു മുർഷിദ് ആവശ്യമാണ്. ആ പവിത്രമായ ആത്മാവിൽ നിന്നൊഴുകുന്ന പ്രകാശത്തിൻ്റെ ഒരു തുള്ളി നിന്റെ ഹൃദയത്തിൽ പതിക്കുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ഈ കേന്ദ്രങ്ങൾ ഓരോന്നായി ഉണർന്നു തുടങ്ങുന്നു. ആ നിമിഷം മുതൽ നീ വെറുമൊരു മനുഷ്യനല്ല, മറിച്ച് ദിവ്യമായ ഉൾക്കാഴ്ചയോടെ പ്രപഞ്ച രഹസ്യങ്ങൾ വായിച്ചെടുക്കുന്ന ഒരു ആത്മീയ യാത്രികനായി മാറുന്നു. ആ വെളിച്ചത്തിൽ നീ നിന്റെ നാഥനെ ദർശിക്കുന്നു. ഉള്ളിലെ ആ ആത്മീയ കവാടങ്ങൾ ഓരോന്നായി തുറക്കപ്പെടുമ്പോൾ ഒരു പുത്തൻ ലോകത്തിൻ്റെ പ്രഭാതം നിനക്ക് മുന്നിൽ ഉദിക്കുകയായി. നമ്മുടെ ഈ മൺകണ്ണുകൾക്ക് ദർശിക്കാൻ കഴിയാത്ത, ബുദ്ധിയുടെ അതിരുകൾക്കപ്പുറത്തുള്ള നിഗൂഢ ലോകങ്ങളിലൂടെ ആത്മാവ് അന്ന് അതിൻ്റെ തീർത്ഥാടനം ആരംഭിക്കുന്നു. അദൃശ്യമായ ആ ആകാശങ്ങളിൽ അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ സൃഷ്ടികളെ അവൻ ദർശിക്കുന്നു. ഹൃദയത്തെ പ്രകാശമാനമാക്കുന്ന ദിവ്യ അടയാളങ്ങൾക്ക് അവൻ സാക്ഷിയാകുന്നു. വിശുദ്ധ ഖുർആൻ ആ മഹാസത്യത്തെ ഇപ്രകാരം പ്രഖ്യാപിക്കുന്നു: പ്രപഞ്ചത്തിൻ്റെ അതിരുകളിലും അവരുടെ സ്വന്തം ആത്മാക്കൾക്കുള്ളിലും നമ്മുടെ അടയാളങ്ങൾ നാം അവർക്ക് കാണിച്ചു കൊടുക്കും. പ്രിയപ്പെട്ടവരെ, ആത്മാവ് അതിൻ്റെ ഉറക്കത്തിൽ നിന്നുണരുമ്പോൾ ഈ അടയാളങ്ങൾ പുറം ലോകത്തും നിന്റെ ഉൾലോകത്തും ഒരുപോലെ വസന്തകാലം പോലെ വിരിഞ്ഞു നിൽക്കുന്നത് നിനക്ക് കാണാം. നിന്റെ ഉള്ളിൽ ഒരു സംശയവും ബാക്കിയാവാതെ വിധം അള്ളാഹു അവൻ്റെ പ്രകാശം നിനക്ക് വെളിപ്പെടുത്തിത്തരും. തീർച്ചയായും അതുതന്നെയാണ് പരമമായ സത്യം. നിന്റെ നെഞ്ചിനുള്ളിൽ ഒളിപ്പിച്ചുവെച്ച ആ ആത്മീയ കേന്ദ്രങ്ങൾ തന്നെ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അടയാളങ്ങളാണ്. ഈ അടയാളങ്ങളിലൂടെ നാം അള്ളാഹുവിനെ തിരിച്ചറിയുന്നു. അങ്ങനെ മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടതിൻ്റെ ആ പരമമായ ലക്ഷ്യം, തൻ്റെ നാഥനെ അറിയുക എന്നത്, അവൻ പൂർത്തീകരിക്കുന്നു. ഒരു നാൾ കളിമണ്ണാൽ തീർത്ത ഈ ശരീരം മണ്ണിലേക്ക് തന്നെ മടങ്ങും. എന്നാൽ നിന്റെ ഉള്ളിലെ ആത്മാവ് അഥവാ റൂഹ് മരണമില്ലാത്ത വെളിച്ചമായി മാറുന്നു. അത് അതിൻ്റെ യഥാർത്ഥ സ്വഗൃഹത്തിലേക്ക്, പവിത്രമായ ആത്മീയ ലോകത്തേക്ക് പറന്നുയരുന്നു. മഹാനായ സൂഫി വര്യൻ ബുല്ലേ ഷാ എത്ര ഹൃദ്യമായാണ് ഇത് പാടിയത്. ബുല്ലേ ഷാ, ഞാൻ മരിക്കുന്നില്ല. മരണമെന്നത് കേവലം ഈ വീട് മാറി മറ്റൊരു വീട്ടിലേക്ക് താമസിക്കാൻ പോകുന്നതുപോലെ മാത്രമാണ്. അള്ളാഹുവിൻ്റെ പ്രിയദാസന്മാരുടെ ഹൃദയത്തിൽ നിന്ന് മരണഭയം എന്നേക്കുമായി വിട്ടുപോകുന്നത് അതുകൊണ്ടാണ്. എന്തുകൊണ്ടെന്നാൽ ആത്മാവിന് നാശമില്ലെന്ന് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു.
മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ വസ്ത്രം മാറുന്നതുപോലെ ആത്മാവ് തൻ്റെ യാത്രയിൽ ഓരോ ലോകത്തിനും അനുയോജ്യമായ പുതിയ വസ്ത്രങ്ങൾ അണിയുന്നു. ഈ ശരീരം ഇഹലോകത്തെ വസ്ത്രമാണെങ്കിൽ പരലോകത്ത് ആത്മാവിന് ലഭിക്കുന്നത് പ്രകാശത്തിൻ്റെ പുതിയൊരു വസ്ത്രമായിരിക്കും. അവിടെ മരണമില്ല, അവിടെ വേർപാടില്ല, അവിടെ പ്രിയതമനായ നാഥനുമായുള്ള അനശ്വരമായ കൂടിക്കാഴ്ച മാത്രം. പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ലോകത്ത് ഒരു നാൾ സന്ധ്യാനേരത്തെ നിഴലുകൾ പോലെ എല്ലാം മാഞ്ഞുപോകും. നാം അഹങ്കരിച്ച സൗന്ദര്യം വാടിക്കരിയും. ഈ കരുത്തുറ്റ ശരീരം ക്ഷീണിക്കും. ലോകത്തെ വിറപ്പിച്ച ശബ്ദം നിശബ്ദമാകും. നാം എൻ്റേത് എന്ന് നെഞ്ചോട് ചേർത്തുവച്ച സർവ്വതും ഒരു മരീചിക പോലെ നമ്മിൽ നിന്ന് അകന്നുപോകും. പക്ഷേ ആ പ്രളയത്തിനിടയിലും ഒന്ന് മാത്രം അവശേഷിക്കും. അതാണ് നിന്റെ ആത്മാവ്. മഹാനായ മൗലാന റൂമി പാടിയത് എത്ര സത്യമാണ്. ഞാൻ ഈ ലോകത്തോട് വിട പറഞ്ഞാൽ നീ എന്നെ ശവകുടീരത്തിൻ്റെ മണ്ണിൽ തിരയരുത്. ഞാൻ സ്നേഹനിധികളായ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ അനശ്വരനായി ജീവിച്ചിരിപ്പുണ്ടാകും. ബുല്ലേ ഷാ തൻ്റെ ആത്മീയ ലഹരിയിൽ പാടിയതുപോലെ, മരണമെന്നത് അവസാനമല്ല, അത് വെറും വീട് മാറുന്നതുപോലെ മാത്രമാണ്. അതുകൊണ്ടെൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ചുരുങ്ങിയ കാലയളവിൽ നാം ശ്രദ്ധിക്കേണ്ടത് നൊടിയിടയിൽ ഇല്ലാതാകുന്ന ഈ ഭൗതിക ഉടലിനെ അലങ്കരിക്കാനല്ല, മറിച്ച് നാളെയുടെ ലോകത്ത് പ്രകാശിക്കേണ്ട നിന്റെ ആത്മാവിനെ ശുദ്ധീകരിക്കാനാണ്. കാരണം നാളെ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ചെന്ന് നിൽക്കുമ്പോൾ അവൻ നിന്റെ രൂപത്തിലേക്കോ വേഷത്തിലേക്കോ അല്ല നോക്കുന്നത്, മറിച്ച് നിന്റെ ഹൃദയത്തിൻ്റെ പരിശുദ്ധിയിലേക്കാണ്. അതിനാൽ പുറത്തെ കാഴ്ചകളിൽ നിന്ന് കണ്ണടച്ച് നിങ്ങളുടെ ഉള്ളിലേക്കൊരു യാത്ര ചെയ്യൂ. നിങ്ങളുടെ ആത്മാവിനെ തിരിച്ചറിയൂ. നിഴലുകളെ വെടിഞ്ഞ് വെളിച്ചത്തെ പുൽകൂ. നിങ്ങളുടെ നഫ്സിനെ പ്രണയത്തിൻ്റെ ചങ്ങലകളാൽ അച്ചടക്കമുള്ളതാക്കൂ. ആ ഹൃദയ സിംഹാസനത്തിൽ അള്ളാഹുവിൻ്റെ പ്രകാശമുണർത്തൂ. കാരണം ആത്മാവിൻ്റെ വഴി തിരിച്ചറിഞ്ഞവൻ തൻ്റെ നാഥനിലേക്കുള്ള പാത കണ്ടെത്തിക്കഴിഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.